കാസർഗോഡ് നെല്ലിക്കുന്ന് തീരത്ത് തലയില്ലാത്ത നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. മൃതദേഹം മുൻപ് മറ്റെവിടെയോ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയതാണെന്നാണ് പുതിയ കണ്ടെത്തൽ. സംഭവത്തിൽ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് നെല്ലിക്കുന്ന് തീരത്ത് പൂർണ്ണമായും ജീർണിച്ച നിലയിൽ തലയില്ലാത്ത മൃതദേഹം കരയ്ക്കടിഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികൾക്കിടെ നെഞ്ചിലും വയറിലും അസാധാരണമായ മുറിവുകളും തുന്നലുകളും കണ്ടെത്തിയത് ആദ്യമേ സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ വിശദമായ പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ശരീരത്തിലെ തുന്നലുകൾ മുൻപ് നടത്തിയ മറ്റേതോ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായിട്ടുള്ളതാണെന്ന് മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചു. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം കേരളത്തിൽ വെച്ച് നടന്നതാകാൻ സാധ്യതയില്ലെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. മൃതദേഹത്തിന് തലയില്ലാത്തതിനാൽ പ്രായം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അനുമാനിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 1 മാസത്തിലധികം പഴക്കമുള്ളതിനാൽ ശരീരം പൂർണ്ണമായും ജീർണിച്ച നിലയിലാണ്. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയുവാൻ DNA പരിശോധന നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. കർണാടക ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ സമാന രീതിയിൽ കാണാതായവരെ കേന്ദ്രീകരിച്ച് കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.